നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞാൽ CPM എന്ന് പറഞ്ഞ പാർട്ടി 2ാം സ്ഥാനത്ത് വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വന്ന് അപ്പൊ ഒബ്വിയസ്ലി തീർച്ചയായിട്ടും പ്രതിപക്ഷത്ത് വരും. അങ്ങനെ പ്രതിപക്ഷത്തോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രതിപക്ഷ നേതാക്കളായിട്ട് ഇരിക്കാൻ കൊള്ളാവുന്ന ആരുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച പുറത്തോട്ട് വരുന്നു. അതായത് ജോയി മാത്യു ആണ് ഇങ്ങനൊരു സംഭവം ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇതിനെ ഏത് ആസ്പെക്റ്റിൽ കാണണം? ഒന്നാമത്തെ കാര്യം ഒരുപക്ഷെ ജോയി മാത്യുവിന് അങ്ങനെ തോന്നാനുള്ള കാരണം പുള്ളിക്ക് പുള്ളിയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ജോയി മാത്യുവിന്റെ പഴയകാല രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ പഴയകാല രാഷ്ട്രീയം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജോയി മാത്യുവിന് തന്നെ അറിയാം അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭരണമാറ്റം എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പലരും പറയുന്നുണ്ട് വെറുത്തു, ഞങ്ങൾ ഈ സർക്കാരിനെ വെറുത്തു, ഈ സർക്കാർ ഇനി തുടരേണ്ട ആവശ്യമില്ല, അത് ഈ സർക്കാർ തുടർന്നാൽ ഇനി ഒരു പക്ഷേ കമ്മ്യൂണിസം ഇല്ലാതെയാവും, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആരോപണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ സർക്കാരിനെ വെറുത്തു അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഇനി പിണറായി അധികാരത്തിൽ വരില്ല, അധികാര മാറ്റം ഉണ്ടാവണമെന്നൊക്കെ പറയുന്ന പൊതുജനം അല്ലെങ്കിൽ ആ പറയുന്ന ആളുകളിൽ എത്ര പേര് എന്തുകൊണ്ട് എന്നൊരു വാക്ക് പറയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കൊള്ളില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ സർക്കാർ മോശമാണ് എന്ന് പറയുന്നത്? അത് പക്ഷെ ആരും പറയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് ബോധിപ്പിക്കാത്തിടത്തോളം കാലം ഈ പറയുന്ന പിണറായി വിജയൻ അല്ലെങ്കിൽ ഈ സർക്കാർ വളരെ മികച്ച സർക്കാരാണ് എന്ന് തന്നെ അഭിപ്രായപ്പെടും. അപ്പൊ അങ്ങനെ പറയുന്നവരോട് പലപ്പോഴും ചോദിക്കുള്ളൂ, നിങ്ങളുടെ റോഡ് നല്ലതാണോ? റോഡ് നല്ലതാണ്. നിങ്ങളുടെ ആശുപത്രികൾ മികച്ചതായി മാറിയോ? ആശുപത്രികൾ മികച്ചതായി മാറി. നിങ്ങളുടെ വിദ്യാലയങ്ങളൊക്കെ മാറ്റം ഉണ്ടായോ? മാറി. നിങ്ങളുടെ അംഗനവാടികൾക്ക് മാറ്റം ഉണ്ടായോ? ഉണ്ട്. നിങ്ങൾക്ക് പാലങ്ങൾ ഉണ്ടായോ? ഉണ്ടായി. പിന്നെ നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വികസിച്ചോ? വികസിച്ചു. നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ എന്താ പറയുന്നത്, സൗജന്യ വിദ്യാഭ്യാസം ഡിഗ്രി വരെ ആക്കിയിട്ടുണ്ടല്ലോ? ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ കോവിഡ് സമയത്ത് നിങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അതോടൊപ്പം തന്നെ പ്രളയം വന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതുമില്ല. പിന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഉരുൾപൊട്ടലിന് സർക്കാർ വേണ്ട സമീപനം സ്വീകരിച്ചു? അത് സ്വീകരിച്ചു. ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വിഷുവിന് അവർ കയറി താമസിക്കാൻ തുടങ്ങി. അപ്പം എവിടെയാണ് പ്രശ്നം? വിലക്കൂടുതൽ 2016 ഉമ്മൻചാണ്ടി സർക്കാർ പോയിട്ട് 10 വർഷം കഴിഞ്ഞു. വിലക്കൂടുതൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ 10 വർഷം കൊണ്ടുള്ള മാറ്റം ആലോചിച്ച് നോക്കൂ. 10 വർഷത്തിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ച പെട്രോളിന്റെ വില എത്രയായിരുന്നു? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 10 വർഷം ഇപ്പൊ നമ്മൾ പറയുന്നല്ലോ സകല മേഖലയിലും പ്രശ്നം ഉണ്ടായി, മലയോര ഹൈവേ ഉണ്ടായി, അതുണ്ട് ഇതുണ്ടായി. പക്ഷെ ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് പണം കൊടുത്തിട്ടാണ് എന്ന് പറയുന്നത് ശരിയാണ്. നമ്മുടെ നികുതി പണമുണ്ട്, കിഫ്ബി പോലെയുള്ള ഏജൻസികൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, കാര്യം എല്ലാം ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2026 എത്തിക്കുമ്പോൾ നമ്മൾ 2016 നമ്മൾ പെട്രോളിന് കൊടുത്തിരുന്ന തുക എത്രയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് 110 രൂപയ്ക്കകത്ത് 106, 107 പലയിടങ്ങളിൽ 110 വരെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്ന് വെച്ചാൽ കമ്പനികൾ അനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പെട്രോളിന് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. പണ്ട് നമ്മൾ 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടെന്നേ. 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ട്. 50 രൂപയ്ക്ക് 1 ലിറ്റർ കൂടുതൽ പെട്രോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പം ആ സാഹചര്യമാണോ ഇന്നത്തെ സാഹചര്യം? ഇന്ന് എനിക്ക് 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? 1/2 ലിറ്റർ കിട്ടുമോ നമുക്കിന്ന്? ഇല്ല. ഇന്ന് പല പമ്പുകളിലും 1/2 ലിറ്റർ പെട്രോൾ, അതായത് 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നില്ല. അവർ മിനിമം 100 രൂപയാക്കി. മിനിമം പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ പലയിടത്തും എഴുതി 4 കിലോ 100 രൂപ എന്നെഴുതി വെക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ 4 കിലോയ്ക്ക് 100 അല്ലേ ഉള്ളൂ എന്ന് നമ്മൾ കരുതും. പക്ഷേ പെർ കിലോഗ്രാം എത്രയാ? 25 രൂപയാണ്. 25 രൂപയാണ് 1 കിലോഗ്രാമിനുള്ളത്. ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല. 100 എന്ന് പറയുന്ന ഒന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് അതിനകത്തിട്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കും സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് നമ്മൾ 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 50 രൂപയ്ക്ക് മത്സ്യം വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മൾ. ഇന്ന് അങ്ങനെ 50 രൂപയ്ക്ക് നമുക്ക് 1 കിലോ മീൻ കിട്ടുമോ? ഇല്ല. ഇന്ന് 10 വർഷം കഴിഞ്ഞപ്പോൾ മീനിൻ്റെതായ വ്യത്യാസം ഉണ്ടായി. എല്ലാത്തിനും കാലോചിതമായി എല്ലാം പരിഷ്കരിക്കപ്പെടേണ്ടത്, വിലവർധന അടക്കം എല്ലാതും പരിഷ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഈ പറയുന്ന സിവിൽ സപ്ലൈസ് വഴി കൃത്യമായി നമുക്ക് അതിനനുസരിച്ച് സബ്സിഡിയോടുകൂടി സാധനങ്ങൾ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്, ഇല്ലാതില്ല. പെൻഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ 2016 മേടിച്ച നമ്മുടെ സാധാരണക്കാരൻ മേടിച്ചപ്പോൾ പെൻഷൻ എത്രയാ? 600 രൂപ. അതും 1 വർഷത്തിൽ കൂടുതൽ, 1.5 വർഷത്തിൽ കൂടുതൽ മുടക്കവും വരുത്തിയിട്ടുണ്ടായിരുന്നു. 600 രൂപ. ഇന്ന് എത്രയാണ് മേടിക്കുന്നത്? 1400 രൂപ കൂടുതലാണ് ഇന്ന് വാങ്ങുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടായ മാറ്റങ്ങൾ.
അപ്പം ജോയി മാത്യു പറയുന്ന അനുസരിച്ച് നോക്കുവാണെങ്കിൽ ജോയി മാത്യുവിന്റെ നല്ലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പോൾ ജോയി മാത്യുവിന്റെ ഉള്ളിൽ ഒരു നല്ല പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ മാറി കുറെ വലത് പക്ഷ ചിന്താഗതിയിലേക്ക് അദ്ദേഹം പോയി. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇവിടെ പ്രതിപക്ഷത്തിരിക്കാൻ ഇടതുപക്ഷത്ത് നിന്ന് ഒരു നേതാവ് നല്ല ഒരാളില്ല എന്നാണ് പറയുന്നത്. സർക്കാർ ഭരണപക്ഷത്തല്ലേ വരാൻ പോണത്. ഇത് ബ്ലൈൻഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളെ അതിനെ LDF പ്രതിപക്ഷത്ത് വരുന്നില്ലല്ലോ എന്ന് ഈസി ആയിട്ട് ചോദിക്കാം മറുപടി. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ചോദിച്ചു പോകാൻ പറ്റില്ല. നമ്മുടെ കണക്കുകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. ഇനി ഒരു മുന്നണി വരുമോ? ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്ന എവിടെയാണ് ഈ പോളിംഗ് എന്ന് പറയുന്നത്? പോളിംഗ് ശതമാനം വെച്ചിട്ട് നമുക്ക് ഒരു കാൽക്കുലേഷനിലേക്ക് എത്താൻ പറ്റില്ല. പോളിംഗ് ശതമാനം ഇത്രയുണ്ടെങ്കിൽ അത് UDF സാധ്യത, പോളിംഗ് ശതമാനം ഇത്രയുണ്ടെങ്കിൽ അത് LDF സാധ്യത. അങ്ങനെയൊന്നുമില്ല. കൂടിയും കുറഞ്ഞും വരുന്നതനുസരിച്ച് ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കും. കുറഞ്ഞിരിക്കുന്ന സമയത്ത് UDF സാധ്യത ഉണ്ടായിരുന്നു, കൂടിയിരിക്കുന്ന സമയത്ത് LDF സാധ്യത ഉണ്ടായിരുന്നു, കൂടിയിരിക്കുന്ന സമയത്ത് UDF സാധ്യത ഉണ്ടായിരുന്നു, കുറഞ്ഞിരിക്കുന്ന സമയത്ത് LDF സാധ്യത ഉണ്ടായിരുന്നു. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ വരും. അതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതി അനുസരിച്ച് പോളിംഗ് എന്ന് പറയുന്നതിനെ പലപ്പോഴും പോളിംഗ് ശതമാനം വെച്ചുകൊണ്ട് നമുക്കൊരു പൂർണ്ണമായ ഒരു വിധി നിർണയത്തിലേക്ക് നമുക്ക് സാധ്യമല്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അങ്ങനെ ഒരിടത്തും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരിടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പോളിംഗ് ശതമാനം വെച്ചിട്ട് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയൊന്നും നമുക്കൊരു ഒരു ഫൈനലായിട്ടൊരു ഇതിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇപ്പം പോളിംഗ് ശതമാനം കൂടിയതുകൊണ്ട് UDF അതിന്റെ കണക്ക് എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ വോട്ടേഴ്സിന്റെ എണ്ണം കുറഞ്ഞു. വോട്ടേഴ്സിന്റെ എണ്ണം കുറയുമ്പം സ്വാഭാവികമായിട്ടും പോളിംഗ് കൂടും. ശരാശരി വരുമ്പോൾ പോളിംഗ് ശതമാനം കൂടും, ശതമാന കണക്ക് കൂടും. അതാണ് ഇതിനകത്ത് വരുന്ന സംഭവം. അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുള്ളത്. അപ്പം ജോയി മാത്യു പറയുന്നത് ഇങ്ങനെ ഇത് വരുന്നു. അപ്പോൾ അവർ നല്ല ആത്മവിശ്വാസത്തിലാണ്, 100-ലധികം സീറ്റോട് കൂടി അധികാരത്തിലെത്തുമെന്ന് UDF വിശ്വസിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടത് LDF ആണ്. അപ്പൊ LDF ആരുണ്ട് നേതാവ്? ശരി, അങ്ങനെയുള്ള ഒരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ അത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് കരുതാം. LDF സംബന്ധിച്ചിടത്തോളം ആരെ വേണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. UDF ആവശ്യപ്പെടണം. പ്രതിപക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് ഇന്ന ആളെ ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവായിട്ട് മതി എന്ന് UDF ആവശ്യപ്പെടട്ടെന്നേ. കാരണം എന്താ? മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പൊ ഇരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ പ്രതിപക്ഷത്തിരിക്കുന്നതിന്റെ റീച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ VD സതീശനോ രമേശ് ചെന്നിത്തലയോ പ്രതിപക്ഷത്തിരിക്കുന്ന പോലെയാണോ പിണറായി വിജയൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉള്ള നിയമസഭയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ? ഇല്ലേ? പിണറായി വിജയനോട് എതിരിടാൻ തക്ക ശേഷിയുള്ള ശക്തരായ ഏത് നേതാവാണെന്ന് UDF നിരയിലുള്ളത്? ഇന്ന് UDF കോൺഗ്രസ് എടുത്ത് നോക്കിയോളൂ. കോൺഗ്രസ് ലീഗോ ഏത് പാർട്ടിയാണോ എടുത്ത് നോക്കിയോളൂ. നേർക്ക് നേരെ എന്നിട്ട് പിണറായി വിജയനെതിരെ നേരിടാൻ പറ്റിയ അത്രയ്ക്ക് ചങ്കുറപ്പ് മാത്രമല്ല, അത്രത്തോളം കാലിബർ ഉള്ള ഒരു നേതാവ്, ശക്തൻ എന്ന് പറയുന്ന ഒരു നേതാവ് ആരുണ്ട് UDF? ഇപ്പം ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചു വരും. ഇപ്പൊ VD സതീശൻ മുഖ്യമന്ത്രി ആയെന്നിരിക്കട്ടെ, ഇവിടെ വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടാകുന്നു. എങ്ങനെ ഇത് മാനേജ് ചെയ്യും VD സതീശൻ എന്ന് പറയുന്ന നേതാവ്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സംശയമാണ്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളിന് ഒരു കേന്ദ്രബിന്ദുവായി മാറാൻ സാധിക്കും, ഒരു ന്യൂക്ലിയസ് ആയി മാറാൻ സാധിക്കുന്നുണ്ട്. സോ തൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവനായി തൻ്റെ മന്ത്രിമാരെ എല്ലാം ആവശ്യത്തിനനുസരിച്ച് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് ശരിക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. അതൊരു കപ്പാസിറ്റിയാണ്, ഒരു ഹ്യൂമൻ കപ്പാസിറ്റിയാണ് അത് കാണുന്നത്. ഒരു നേതൃപാഠവും എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അപ്പുറത്തേക്ക് നോക്കൂ. അപ്പുറത്തേക്ക് VD സതീശൻ വന്നിട്ട് രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ട് വേണ്ട, നിങ്ങൾ ആഭ്യന്തരമില്ലേ, നിങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നേ, മറ്റേ ആൾ ഇങ്ങോട്ട് വന്നേ, KC വേണുഗോപാൽ അല്ലെങ്കിൽ സണ്ണി ജോസഫ് ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സതീശന്റെ ഈ ഒരു പവറിനെ എത്ര പേര് അംഗീകരിച്ചു കൊടുക്കും? കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ, കുഞ്ഞാലിക്കുട്ടി വാ പോയ പണി നോക്കണേ എന്ന് പറയും, ഇല്ലേ? ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അവര് ജനാധിപത്യ പാർട്ടി എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നാലും ഏറ്റവും ഒടുവിൽ ആരാണ് വലിയവൻ എന്ന് പറയുന്ന ഒരു വലിയ ചർച്ച കോൺഗ്രസിനുള്ളിൽ നടക്കും. അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഈ പിണറായി വിജയൻ പ്രതിപക്ഷത്തിരിക്കുന്ന സഭയെക്കുറിച്ച് UDF ചിന്തിക്കുകയേ വേണ്ട. ഇനിയും പോട്ടെ, ഇനിയും ഇപ്പൊ പിണറായി വിജയനെ കഴിഞ്ഞിട്ട് ഇനി കുറച്ചുകൂടെ ജൂനിയർ ആയിട്ടൊരു നേതാവിനെ എടുക്കാം. P രാജീവ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി. ആ വ്യവസായ വകുപ്പ് മന്ത്രി ഇപ്പൊ കളമശ്ശേരിയിൽ എന്തായാലും അദ്ദേഹം ജയിക്കും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ P രാജീവ് ആയിരിക്കും പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത് എന്ന് സങ്കല്പിക്കുക. എന്തായിരിക്കും അവസ്ഥ? ഇത് കഴിഞ്ഞ പ്രതിപക്ഷം അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ അടിയന്തര പ്രമേയങ്ങളും നമ്മൾ നോക്കിയുള്ളൂ. അടിയന്തര പ്രമേയ ചർച്ചകളിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന സമീപനമായിരുന്നു UDF കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സ്വീകരിച്ചത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഒളിച്ചോടി? ആര് കാരണം ഒളിച്ചോടി? പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് കണക്കും കാര്യങ്ങളും വളരെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് MP രാജേഷും
അതോടൊപ്പം തന്നെ പി രാജീവും മന്ത്രി കെ രാജനും അടക്കമുള്ള, വീണ ജോർജും അടക്കമുള്ള, ശൈലജ ടീച്ചർ അടക്കമുള്ള ഈ ഭരണപക്ഷത്തുള്ള MLA-മാരും മന്ത്രിമാരും കയറി നിന്ന് വിളയാടി. നമ്മൾ സഭ കാണുന്നവർക്ക് മനസ്സിലാവും. അവര് കയറി ഇന്ന് ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കന്മാർ കയറി ഇന്ന് ഒരു അലക്കലക്കി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ പ്രശ്നം എന്താ? എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പറയും, അടിയന്തര പ്രമേയം അങ്ങോട്ട് കൊടുക്കും, ഉടനെ അങ്ങ് അനുമതി നൽകിക്കൊള്ളുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. എന്തൊരു നാണക്കെട്ട പരിപാടിയാ എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തി. സോ ഞങ്ങൾക്ക് അടിയന്തര പ്രമേയത്തിന് അനുമതി തരരുത് എന്ന് പറയാതെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയ ഒരു പ്രതിപക്ഷമാണ്. അവരുടെ മുന്നിലേക്ക് MP രാജേഷോ ഈ പറയുന്ന നമ്മുടെ കളമശ്ശേരി MLA ആയിരിക്കുന്ന നമ്മുടെ പി രാജീവോ ശിവൻകുട്ടിയോ ശൈലജ ടീച്ചറോ അങ്ങനെ എടുത്ത് എണ്ണം പറയാൻ പറ്റുന്ന ഏതെങ്കിലും, പോട്ടെ ഇരവിപുരം MLA നൌഷാദോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഇറങ്ങി പ്രതിപക്ഷ നേതൃസ്ഥാനത്തോട്ട് വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതൊരു ഒരു മന്ത്രിസഭയുടെയോ ഒരു ഭരണപക്ഷത്തിന്റെയോ ക്രെഡിബിലിറ്റി ഇല്ലാതെയാവും. എന്ന് വെച്ചാൽ ഇവര് കയറി വന്ന് ഇവർ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനായിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനെ ഖണ്ഡിക്കാൻ ശേഷിയുള്ള ഒരൊറ്റ MLA-മാര് പോലും അതിനകത്തില്ല. നമ്മള് MLA-മാരുടെ ഒരു ഇതെടുത്ത് നോക്കൂ. സണ്ണി ജോസഫ് ആവുകയെന്ന് വെച്ചു, സണ്ണി ജോസഫിനോട് വല്ല കാര്യമുണ്ടോ? അല്ല, ഒന്ന് ആലോചിച്ചു. സണ്ണി ജോസഫിനോട് ടി സിദ്ദിഖി എന്തെങ്കിലും പ്രയോജനമുള്ള ഒരാളാണോ? PC വിഷ്ണുനാഥ്, പിന്നെയും അത്യാവശ്യം കുഴപ്പമില്ലാത്തവരുള്ള PC വിഷ്ണുനാഥ, അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിക്കും എന്ന് പറയുന്ന ഒരു നേതാവ് PC വിഷ്ണുനാഥ. അപ്പം വേറെ ആരുണ്ട് ഇതിനകത്ത്? എന്തിനേറെ ഇല്ല പെണ്ണ് പിടിച്ച് നടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അല്ലേ? അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ MLA ആയനെ. അപ്പൊ തീരെ ഗത്യന്തരം ഇല്ലാണ്ടല്ല ഒരു MLA ആക്കിയേനെ. പിന്നെ ആകെപ്പാടെ കോമഡി പറയുന്നത് രമേശ് പിഷാരടിയാ. അത്യാവശ്യം ഇതിനെ ഈ അടിയന്തര പ്രമേയത്തിൽ കോമഡി കലർത്താൻ പറ്റത്തില്ല. കാര്യം ഇവിടുന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ നേതാക്കന്മാര് പി രാജീവ് ആയിക്കോട്ടെ, MP രാജേഷ് ആയിക്കോട്ടെ, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് നൌഷാദ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും വസ്തുനിഷ്ഠമായിട്ട്, മുഹമ്മദ് റിയാസ്, അവരൊക്കെ വരും. ഇവരൊക്കെ പ്രതിപക്ഷത്ത് വരുന്ന നേതാക്കന്മാരാണ്. ഇവരങ്ങോട്ട് ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള സാധനം, ഒരു അടിയന്തര പ്രമേയം അങ്ങോട്ട് അവതരിപ്പിച്ച് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനോട് പ്രതികരിക്കാൻ ശേഷിയുള്ള ഏതെങ്കിലും ഒരാളുണ്ടോ? കഷ്ടിച്ച് ചെന്നിത്തല പറയുമായിരിക്കും, പിന്നെ VD സതീശൻ പറയും. അത് നമ്മൾ സമ്മതിച്ചു, VD സതീശന് പറയാൻ പറ്റും. കുറെ കള്ളം ഉണ്ടെങ്കിലും VD സതീശൻ പറയും. പിന്നെ വേറെ ആരുണ്ട് ആ കൂട്ടത്തിൽ? സണ്ണി ജോസഫ്. ഒരു ഗുണമില്ല, അതൊക്കെ വെറുതെ ഇരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ PC വിഷ്ണുനാഥ് സംസാരിക്കും. അല്ലാതെ ഇതിനപ്പുറത്തേക്ക് വരുന്ന ഒരു വലിയ നേതൃനിര എന്ന് പറയാം. ബിന്ദു കൃഷ്ണ ജയിക്കുകയാണെന്ന് വെച്ചാൽ ബിന്ദു കൃഷ്ണനെ കൊണ്ട് പറ്റൂ? ഇതൊക്കെ താങ്ങത്തില്ല. പിന്നെയുള്ള K മുരളീധരൻ, പിന്നെയും K മുരളീധരൻ പറയാം. പക്ഷെ K മുരളീധരനെതിരായിട്ടും ഇവരുടെ കയ്യിൽ ആയുധം ഉണ്ടെന്നേ. K മുരളീധരനെ വീഴ്ത്താൻ പറ്റിയ ആയുധമൊക്കെ എപ്പോഴും മൂർച്ച കൂട്ടി നല്ല തയ്യാറാക്കി വെച്ചിരിക്കുക. കഷ്ടം തോന്നിയതുകൊണ്ടാണ് K മുരളീധരനെ അറ്റാക്ക് ചെയ്യാത്തത് CPM-കാര്. കാരണം എന്താണെന്ന് വെച്ചാൽ കഷ്ടമാണ്. ഒന്ന് ആലോചിച്ച ആ മനുഷ്യന്റെ കാര്യം. സ്വന്തം പാർട്ടിക്കാർ തന്നെ പാലം വലിച്ച് തോപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ ഇനി CPM-കാരോട് തോപ്പിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് കഷ്ടം തോന്നിയിട്ട് ചെയ്യുന്നതാണ്. മന്ത്രി കെ രാജൻ ഇത്തവണ ഒല്ലൂരിൽ നിന്ന് ജയിച്ച് എന്തായാലും കെ രാജനും ഉണ്ടാവും. ഇവരൊക്കെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നിരയെന്ന് പറഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF ഭരണത്തിൽ കയറുന്നത് ആത്മഹത്യാപരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം പ്രതിരോധിക്കാൻ പറ്റിയ ഒരൊറ്റ നേതാക്കന്മാര് ഇപ്പൊ നിലവിൽ ഈ പറയുന്ന സതീശനെയും രമേശ് ചെന്നിത്തലയും അങ്ങനെ PC വിഷ്ണുനാഥിനെയും പോലുള്ള 1-2 നേതാക്കന്മാരെ അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ അങ്ങനെയുള്ള പിന്നെ ഷാജി ഉണ്ടാവും, KM ഷാജി. അതൊക്കെ പിന്നെ പൊട്ടന്മാരാണ്. അത് വലിയ കാര്യമായിട്ട് പ്രസംഗിക്കാൻ ഈ പറയുന്ന തീവ്രവാദം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ആളുകൾ. അപ്പൊ അവരെയൊക്കെ കുറച്ചുപേരെയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ സത്യം പറഞ്ഞ വരണ്ടു പോകുന്ന, തകർന്നു നിൽക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും ശരിക്കും നിയമസഭ എന്ന് പറയുന്ന സംഭവം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ജോയി മാത്യുവിന് അതിലുള്ള ഒരു ആശങ്ക ഭയങ്കരമായിട്ടുണ്ട് സത്യം പറഞ്ഞ കാര്യം. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്രയും ടീം ഒരു പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ ഒരു നേതാവ് വേണ്ടെന്നേ. ഒരാൾ തലയുണ്ട്, പിന്നെ പിണറായി വിജയനുണ്ട്, ബാക്കി വരുന്ന ശൈലജ ടീച്ചറും തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ശൈലജ ടീച്ചറായിട്ട് പ്രതിഭയുണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ ടീം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞ UDF-ന്. UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പായിരിക്കും എന്നേ. ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി നിങ്ങൾ തുരങ്കപാത നടപ്പിലാക്കുമെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ഇല്ല ഞങ്ങൾ എതിർക്കുമെന്ന് പറഞ്ഞാൽ പോയി വേറെ പണിയൊക്കാൻ പറയും. അതേസമയം ഞങ്ങൾ തുരങ്കപാത എടുക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് പിന്നെ ഇടതുപക്ഷം പറയാം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ മുട്ടുപിടിക്കും. അല്ല നിങ്ങൾ വേറെ പണി നോക്കെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ? ഇവിടെ പിന്നെ വയനാട് ഫണ്ട് പിരിച്ച് ഗർഭചിത്രത്തിന് കൊണ്ടുപോകുന്ന കണക്കല്ല ഇവിടെ DYFI-കാർ പിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ശക്തമായ യൂണിറ്റ് ആണ് ഈ DYFI എന്ന് പറഞ്ഞാൽ. അവിടെയും നല്ല പയ്യന്മാരും നല്ല ചെറുപ്പക്കാരും ഉണ്ട്. ഇവരങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയാം നിങ്ങൾ എനിക്ക് തുടങ്ങുന്നൊന്ന് കാണിച്ചാന്ന് പറയും. ഇതിനെ പ്രതിരോധിക്കാൻ സത്യം പറഞ്ഞാൽ UDF-നെ കൊണ്ട് കഴിയില്ല. ആ ഒരു വിങ്ങലുണ്ടല്ലോ,
അങ്ങനെ ഒരു വിങ്ങല് ഉള്ള ഒരാളാണ് ശരിക്കും ജോയി മാത്യു. അതുകൊണ്ടാണ് ജോയി മാത്യു ആ രീതിയിലുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തിയതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വെച്ചോന്ന് എനിക്ക് തോന്നുന്നത്. പ്രതിരോധിക്കാൻ ആളില്ലാത്ത ഒരു ഭരണപക്ഷമായി, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത ഒരു ഭരണപക്ഷമായി UDF അധപ്പതിക്കാനുള്ള സാധ്യതകളാണ് ജോയി മാത്യുവിന്റെ തലയ്ക്കകത്തുള്ളത്. പിന്നെ എന്തോ ഇവിടുത്തെ വോട്ടിന്റെ ഒരു ഗുണം കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്.